ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചിന്നുമോളെ ദത്തെടുക്കാൻ വന്നിരിക്കുന്ന മേഡത്തിന് മുന്നിൽ കാര്യങ്ങളെല്ലാം നമ്മുടെ അവിടുത്തെ അമ്മ പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു സങ്കടം പോലെ ആ മേഡത്തിന്. സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ടേ, അതുപോലെ തന്നെ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ പറ്റിയൊക്കെ പറഞ്ഞു. ഞാൻ ചിന്നുമോളെ അഡോപ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ അവൾക്ക് വേണ്ടി എല്ലാം ചെയ്തോളാം. അവൾക്ക് 3.5 വയസ്സായല്ലോ. വളരെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ അവളെ മാറ്റി താമസിപ്പിക്കുന്നു. അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. തിരുവല്ലയിൽ ഞങ്ങളുടെ തൊട്ടടുത്ത് നല്ല ഒന്നാന്തരം കിൻഡർ ഗാർഡൻ ഉണ്ടെന്നും അവളെ അവിടെ ഒരു വീട്ടിൽ താമസിപ്പിച്ച് അവളെ നോക്കാൻ ഒരായെയും ഒരു സെർവൻറ്റിനെയും ഏർപ്പാടാക്കുന്നു. ഞാൻ വെറും സ്പോൺസർ മാത്രം. അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിക്കാം. അങ്ങനെ ഒരു സാധ്യത നിലവിലുണ്ടോ എന്ന് സിസ്റ്റർ ചോദിക്കുമ്പം സ്പോൺസർഷിപ്പുകൾ എവിടെയെല്ലാം ഉണ്ട് സിസ്റ്റർ. ഏതെങ്കിലും ഒരു ഓർഫനേജിലെ കുട്ടി സ്പോൺസർ ചെയ്യാനുള്ള ഒരു അവകാശം അതെല്ലാവർക്കും ഉണ്ടെന്ന് പറയുക. തീരെ കുറച്ച് പേര് മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നു ഈ ഒരു ഓർഫനേജിലെ കുട്ടിയെ സ്പോൺസർ ചെയ്യണമെന്ന്. ഞാനതിൽ ഓക്കെ പറയുന്നു. സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത ആ കുട്ടിക്ക് വേണ്ടി ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ അത് തടയാൻ ആർക്ക് കഴിയും എന്ന് ചോദിക്കുകയാണ് വന്ന മേഡം. ഞാൻ നേരിട്ട് രംഗത്ത് വരുന്നില്ല എന്ന് ഓർക്കണം എന്നൊക്കെ പറയുമ്പം അങ്ങനെ ചെയ്യാവുന്നതാണെന്നാ തോന്നുന്നതല്ലേ എന്ന് സിസ്റ്ററും പറഞ്ഞു. പക്ഷേ കുട്ടിയെ ദത്തെടുത്ത് വളർത്താനുള്ള നിങ്ങളുടെ ആഗ്രഹം നടക്കില്ലല്ലോ എന്ന് പറയുമ്പം അത് തന്നെയാണ് നടക്കുന്നത്. സ്പോൺസർഷിപ്പ് വെറും ഒരു ലേബൽ മാത്രമാണ്. ആർക്കും നമ്മളെ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പം അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ആലോചിക്കാനുണ്ടെന്ന് സിസ്റ്റർ പറഞ്ഞു. എൻ്റെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഞാനൊരു 5 lakhs ഇവിടെ ഡൊണേഷൻ തരുമെന്നും 5 ലക്ഷം രൂപ തരുമെന്ന കാര്യവും ആ മേഡം പറയും. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഈ സിസ്റ്റർമാർ. അപ്പോൾ പിന്നെ സിസ്റ്റർ ഒന്ന് കാര്യമായിട്ട് ആലോചിച്ച് നോക്കുക. ആർക്കും യാതൊരു ദോഷമില്ലെന്ന് മാത്രമല്ല എല്ലാവർക്കും അത് നല്ലതാണെന്ന കാര്യവും പറയുന്നു. അപ്പം സിസ്റ്റർമാരിങ്ങനെ മിണ്ടാതിരിക്കുന്നു. ഈ ഓർഫനേജിനും ഇവിടുത്തെ കുട്ടികൾക്കും എനിക്കും ചിന്നുമോൾക്കും എല്ലാവർക്കും അത് നല്ലതാണെന്ന് പറയാം കേട്ടോ. അപ്പം മേഡം ഇങ്ങനെ ഇരുന്ന് പറഞ്ഞതെല്ലാം കേട്ട സിസ്റ്ററൊക്കെ ഇരുന്ന് ആലോചിക്കുവാണ്. അങ്ങനെ ആ ഒരു സംസാരം അവിടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ആ മേഡം പോകാൻ ഇറങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ഉറപ്പായിട്ടും പറയല്ലോ അല്ലേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അലീനയുടെയൊക്കെ കാര്യം പറഞ്ഞു. അപ്പോൾ അവരെ നേരിട്ട് കണ്ട് സംസാരിക്കണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വേണ്ട, ഞങ്ങൾ അവരോടൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് നല്ലൊരു മറുപടിയാണ് കിട്ടുന്നതെങ്കിൽ ഉറപ്പായും ഞങ്ങൾ വിളിച്ച് പറയാൻ കേട്ടോ എന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. പക്ഷേ അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചു. വേണ്ട, ഞങ്ങൾ എന്തായാലും സംസാരിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. മേഡം അങ്ങോട്ട് ഇറങ്ങുന്നു. അപ്പോൾ നമ്മുടെ ചിന്നുമോൾ അങ്ങോട്ടേക്ക് വന്നു. ചിന്നുമോളിങ്ങ് വാ എന്ന് പറഞ്ഞു ചിന്നുമോളെ വിളിച്ചു. അപ്പോൾ ചിന്നുമോൾ കൊണ്ടുവന്ന് കയ്യിലൊരു ഗിഫ്റ്റും കൊടുത്ത ഒരു ഗിഫ്റ്റൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വരുന്നത്, ചോക്ലേറ്റോ എന്തോ. അപ്പോൾ ആൻറ്റിക്ക് ടാറ്റാ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ചിന്നുമോൾ ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്ക് ആ മേഡം നമ്മുടെ ചിന്നുമോളെ എടുത്തു. എന്നിട്ട് ചിന്നുമോളുടെ മുടിയൊക്കെ ഇങ്ങനെ തലോടി ചിന്നുമോൾക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്ത്, അതുപോലെ ചിന്നുമോൾ തിരിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു. അങ്ങനെ പോവുക. ഇനി ആൻറ്റി എന്നാ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇനി ഒരു ദിവസം ചിന്നുമോളെ മാത്രം കാണാനായിട്ട് ആൻറ്റി വരാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തിനാണെന്ന് ചിന്നുമോൾ ചോദിച്ചു. അപ്പോൾ ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. നമ്മൾ ഫ്രണ്ട്സാ, ചിന്നുമോളെ കാണാനേ വന്നോ എന്ന് ചിന്നുമോൾ പറയുന്നു. അപ്പോൾ ഓക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ചിന്നുമോൾക്ക് ഉമ്മയൊക്കെ കൊടുത്തു. അങ്ങനെ അവർ ഓടിച്ചെന്ന് കൊച്ചിനെ വാങ്ങിച്ചു. അതായത് ആ മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു പരിധി വരെ കയ്യിൽ കൊടുക്കാതെ. അപ്പോൾ അവരിങ്ങനെ തിരിഞ്ഞു നോക്കി പോവുകയാണ്. ടാറ്റയൊക്കെ കൊടുത്തേ, ചിന്നുമോളും ടാറ്റയൊക്കെ കൊടുത്തു. അങ്ങനെ അവരങ്ങ് പോയി. ചിന്നുമോളെയും കൊണ്ട് ഇവരകത്തേക്ക് കയറി പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന അവിടെ തിരക്കിട്ട് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാലൻ്റെ വീട്ടിൽ, അടുക്കളയിൽ. അപ്പോഴേക്കും അലീനയുടെ ഫോണിലേക്ക് മനുവിൻ്റെ കോള് വന്നു. ഹലോ മനുവേട്ടാ, ഇങ്ങനെയല്ല ഫോൺ എടുത്ത് പറയേണ്ടത് കേട്ടോ. ഫോൺ എടുത്തിട്ട് ഹലോ ആരാ സംസാരിക്കുന്നേ എന്നാ ചോദിക്കേണ്ടത് കേട്ടോ. അപ്പം ഞാൻ പറയും ഇത് കൊല്ലപ്പടിയിൽ നിന്ന് മനുശങ്കറാണെന്ന്. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പണ്ടെന്ന് വെച്ചാൽ ഒരു 30 വർഷം മുമ്പല്ലേ എന്ന് അലീന ചോദിക്കുക. അതായത് മനുവേട്ടൻ്റെ ചെറുപ്പകാലത്ത് അങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പം ആഹാ എൻ്റെ ചെറുപ്പകാലത്തോ? അപ്പോൾ ഇപ്പോൾ ഇതേത് കാലമാണെന്ന് ചോദിക്കുമ്പം ഇത് മിഡിൽ ഈസ്റ്റ് കാലമല്ലേ, മനുവേട്ടൻ മധ്യവയസ്കനായ കാലമല്ലേ എന്ന് ചോദിക്കുമ്പം ഒന്ന് പോടി എവിടെ നിന്ന് ഇതൊക്കെ മനു അങ്ങനെ അലീനോട് പറയുക. കല്യാണം കഴിക്കാൻ പ്രായമാകുന്നതേ ഉള്ളൂ, എന്നെ ആക്കിയതാണല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അലീന ഒന്ന് ചിരിച്ചു. അങ്ങനെ അലീന തിരക്കിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മനുവേട്ടൻ പലപ്പോഴും പല കാര്യങ്ങൾ പറയുന്നത് കേട്ടാൻ തോന്നും. കുറേ കാലത്തെ ജീവിത പരിചയമുണ്ട് അച്ഛനൊക്കെ പറയുന്നത് പോലെ. ആണോ? അങ്ങനെയൊക്കെ തോന്നുമെന്ന് ചോദിച്ചു. തോന്നുന്നേ. അപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നാറുണ്ട് ചില സമയത്തൊക്കെ കേട്ടോ. നീ സംസാരിക്കുന്ന സൗദാമിനിയമ്മ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നാറ്. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് കുറേ ചിരി വന്ന് അലീന നിന്ന് പൊട്ടിച്ചിരിക്കാം. തിരിച്ച് തന്നല്ലേ? നല്ല മൂഡിലാണല്ലോ. പാൽ പായസം വല്ലതും കഴിച്ചോ? കഴിച്ചുകൊണ്ടിരിക്കുക, കഴിച്ച് തീർന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ
ശരിക്കും സത്യമാണോ പറഞ്ഞത്? ആ, ഇതാണ് എൻ്റെ പാൽപ്പായസം. നമ്മൾ തമ്മിലുള്ള ഈ സ്നേഹ സംഭാഷണേ അത്. അപ്പോഴത്തേക്ക് അലീനയ്ക്കാണെങ്കിൽ ആകെ ഒരു ചമ്മലും ഒക്കെ വന്ന് അലീന ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് അലീനയുടെ പപ്പടം എല്ലാം കൂടെ കത്തി കരിഞ്ഞു പോയി. അയ്യോ എൻ്റെ പപ്പടം എന്നും പറഞ്ഞ് അലീന വേഗം കരിഞ്ഞു പോയ പപ്പടം എടുത്ത് മാറ്റിയിട്ടു. അവിടെ എന്നാ പറ്റി, കുഴപ്പമായോ, ഫ്ലോപ്പായോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ പപ്പടം കരിഞ്ഞു പോയി എന്നും പറഞ്ഞ് അലീന നിൽക്കുമ്പം അയ്യോ, ആ ഭയങ്കര നഷ്ടമാണല്ലോ സംഭവിച്ചതെന്ന് മനു. എങ്ങനെ ഇനി അത് നികത്തും നമ്മൾ? ഷോ എൻ്റെ ദൈവമേ, ഒരു ലോഡ് പപ്പടം കയറ്റി വിടട്ടെ എന്ന് മനു ചോദിക്കുമ്പം വേണ്ട വേണ്ട, ഇവിടെ ലോഡ് ഇറക്കാൻ ആളില്ല എന്ന് അലീന പറഞ്ഞു. അതിനല്ലേ ഞാനുള്ളത്, ഞാൻ വന്നങ്ങ് ലോഡ് ഇറക്കി തരാമെന്ന് പറഞ്ഞപ്പം അയ്യോ അത്രയും വലിയ സഹായങ്ങളൊന്നും ചെയ്തേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ശരി ശരി, അപ്പോൾ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. അവിടെ ഇന്ന് സദ്യ വല്ലതും നടത്തുന്നുണ്ടോ? ഇവിടെ കുറേ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മനുവേട്ടാ. എന്താണ് പുതിയ ഡെവലപ്മെൻറ്റ്സ്? രോഹിത്തിന് വലിയ മാറ്റം വന്നു മനുവേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അലീന കാര്യങ്ങളെല്ലാം പറയുക. അതായത് അനിയന് കഞ്ഞി കോരി കൊടുത്തത്, അതുപോലെ അലീനെ അംഗീകരിച്ചത്, അതിനുശേഷം മുടി വെട്ടിക്കൊടുത്തത്, മരുന്ന് കൊടുത്തത്, പിന്നെ തന്നെ ചേച്ചിന്ന് രോഹിത്ത് വിളിച്ചത്, ഇങ്ങനെയല്ല. ഇപ്പം നല്ല മിടുക്കനായിട്ട് ഇരിക്കുകയാണെന്ന്, നല്ല അനുസരണ, ഡിസിപ്ലിൻ. അപ്പോൾ ആട്ടിൻകുട്ടി ആയി എന്നിങ്ങനെ അലീന പറയാം മനുവിനോട്. മനു ഇങ്ങനെ താടയ്ക്ക് കയ്യും കൊടുത്ത് അന്തം വിട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ. ഹലോ, എന്താ ഒന്നും മിണ്ടാത്തേ, പോയോ? ഹലോ എന്നും പറഞ്ഞ് അലീന ഹലോ ഹലോ വെച്ചുകൊണ്ടിരിക്കുമ്പം ഞാനിങ്ങനെ കോരിത്തരിച്ചിരിക്കുകയായിരുന്നേ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നില്ല നിന്നെ കൊണ്ട്? അപ്പോൾ നമ്മുടെ അലീന അഹംഭാവം എടുത്ത് കളഞ്ഞാൽ മതി, മറ്റുള്ളവരുടെ അല്ല നമ്മുടെ തന്നെ. അപ്പോൾ അതെ, ഒരുപാട് ക്ഷമിക്കാനും ഒരുപാട് സ്നേഹിക്കാനും ഒക്കെ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് അലീന പറഞ്ഞു കൊടുക്കുമ്പം ഞാനൊരു പോക്കിരിയാകാൻ തീരുമാനിച്ചെന്ന് പറയാണ് മനു. മദ്യപാനം, മയക്കുമരുന്ന്, പീഡനം, ചൂതുകളി, അടിപിടി, അപ്പോൾ എല്ലാം ചെയ്യാൻ പോവാണെന്ന് മനു. അന്നേരത്തേക്കും അയ്യോടാ അതെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? അല്ല, ഞാൻ അങ്ങനെയൊക്കെ ആകുമ്പോൾ നീ എന്നെ സ്നേഹിച്ച് ശുശ്രൂഷിച്ച് അപ്പോൾ കൂടെ കൂട്ടുമല്ലോ, അപ്പോൾ എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി നീ മാറ്റിയെടുക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണെന്ന് മനു പറയുമ്പോൾ കൊള്ളാം, ഇത്രയും ബുദ്ധിയുണ്ടെന്ന് ആരോടും പറയരുത് കേട്ടോ, ആരെങ്കിലും വന്ന് തട്ടിക്കൊണ്ട് പോകും. ഇപ്പോൾ രോഹിത്തിൻ്റെ കാര്യം കേട്ടപ്പോൾ എനിക്ക് കൊതിയായി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അപ്പോൾ അവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന്. ഇപ്പോഴും ജയിലിൽ കിടന്നേനെന്ന് നമ്മുടെ അലീന. അപ്പോൾ സ്വന്തം കൂടപ്പുറപ്പിനോട് മാത്രമേ ഉള്ളൂ ഇത്രയും സ്നേഹം അല്ലേ എന്ന് മനു ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ അലീന അവരോടൊരിത്തിരി കൂടുതലുണ്ട്. അവരില്ലായിരുന്നല്ലോ എനിക്ക് ഇത്രയും കാലം എന്ന് അലീന മനുവിനോട് പറയാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണ അങ്ങോട്ടേക്ക് വന്ന് മണം പിടിച്ച് എന്തോ കരിഞ്ഞിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് മണവും പിടിച്ച് വരുക. അപ്പോൾ അലീന ഫോണിൽ സംശയം എന്താ ഇച്ചിരി കരിഞ്ഞ മണം? അപ്പോൾ മനുവേട്ടാ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. വിളിച്ചോളാൻ പറഞ്ഞു. സാറില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അലീന ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഞാൻ വന്നതുകൊണ്ടാണോ കട്ട് ചെയ്തതെന്ന് കൃഷ്ണ ചോദിക്കുമ്പം അല്ലടി മോളെ, സീരിയസ് ആയിട്ടുള്ള സംസാരമൊന്നും അല്ലായിരുന്നേ, ചുമ്മാ വീട്ടുവിശേഷങ്ങൾ മാത്രം. കരിഞ്ഞ മണം ഹോള് വരെ എത്തി, എന്നാ പറ്റിയെന്ന് നോക്കാൻ വേണ്ടി വന്നതാന്ന് പറയുമ്പോൾ പപ്പടം കരിഞ്ഞതാ, ഫോൺ വന്നപ്പം അത് നോക്കാനേ വിട്ടുപോയെന്ന് അലീന. നീ ഇത് കണ്ടില്ലേ എന്ന് പറഞ്ഞെടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ ബെസ്റ്റ് കരിപ്പടം അല്ലേ? പിന്നെ നീ വന്നത് എന്തായാലും നന്നായി. ഒരു കാര്യം നീ ചെയ്യാവോ? എന്നെ ചേച്ചി, മുകളിൽ പോയി അവിടെ ഉണങ്ങാനിട്ടിരിക്കുന്ന ഡ്രസ്സെല്ലാം ഒന്ന് മടക്കി വെക്കണം, കുറേ ഉണ്ട്. ബബിതയും കൂടെ വിളിച്ചോളാൻ പറഞ്ഞു. ഞാൻ വിളിച്ച അവളങ്ങ് വരത്തില്ല, മടിച്ചിയാണെന്ന് പറഞ്ഞു കൃഷ്ണ. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി, ഇപ്പം ഞാൻ എന്തു പറഞ്ഞാലും അവൾ അനുസരിക്കുന്നുണ്ടെന്ന് പറയുമ്പം ചേച്ചിയോട് അവൾക്ക് ചെറിയൊരു ഇഷ്ടമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് പുറത്ത് കാണിക്കാൻ അവളുടെ ജാട സമ്മതിക്കാത്തതാണെന്ന് കൃഷ്ണ പറയാം. നീ ചെല്ലെന്ന് പറഞ്ഞ അലീന കൃഷ്ണയെ പറഞ്ഞു വിട്ടു. അല്ല, ഇവിടെ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടോ ചേച്ചി? എല്ലാ ജോലിയും കഴിഞ്ഞു, ഇനി അത്താഴം കഴിച്ചാൽ മാത്രം മതി, ഞാനും മുകളിലോട്ട് വരും അച്ഛനെ വിളിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന പപ്പടം എല്ലാം എടുത്തു വെച്ചു. അവിടെ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. എന്നിട്ട് നേരെ മുകളിലോട്ട് കയറി പോകുക കേട്ടോ. രോഹിത്തെ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഇതാ വരുന്നേ എന്നും പറഞ്ഞ് ഭയങ്കര, അല്ലെങ്കിൽ തുറന്നോ വാതിലിന് കുറ്റിയും കൊളുത്തും ഒന്നും ഇല്ലല്ലോ എന്ന് രോഹിത്ത് ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ അലീന ഡോറ് തുറന്നു. അപ്പം കഴിക്കണ്ടേന്ന് ചോദിച്ചു. എന്താ നിനക്ക് വേണ്ടത്? ചോറാണോ ചപ്പാത്തിയാണോ അതോ സ്പെഷ്യൽ ഐറ്റം എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പം എനിക്ക് ഇത്തിരി ചൂട് കഞ്ഞിയും പപ്പടവും പിന്നെ തേങ്ങാ ചമ്മന്തിയും മാത്രം മതിയെന്ന് പറഞ്ഞു. അപ്പം അതാണെങ്കിൽ റെഡിയാ, ചപ്പാത്തി ഉണ്ട്. ഇത് പറയാനാണോ താഴെ നിന്ന് സ്റ്റെപ്പും കയറി വന്ന് വിളിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിക്കുമ്പം ഇത് പറയാൻ വേണ്ടി മാത്രമല്ല, വേറൊരു കാര്യം കൂടി പറയാനുണ്ടെന്ന് ഇങ്ങനെ അലീന പറയുന്നു. അപ്പോൾ രോഹിത്ത് ഇങ്ങനെ നോക്കുക കേട്ടോ. എന്താ പറയുമ്പോൾ നിനക്ക് വിഷമം തോന്നും, പക്ഷേ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നതാ ചേച്ചി പറഞ്ഞോളാൻ പറഞ്ഞു രോഹിത്ത്. നീ കാരണം ഈ വീട്ടിലുള്ള എല്ലാവരും
ഒരുപാട് മനോവിഷമം അനുഭവിച്ചു ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പം രോഹിത്തിന് സങ്കടമായി. രോഹിത്ത് ഇങ്ങനെ തല കുനിച്ച് ഇങ്ങനെ നിൽക്കുക. ദേ, നമുക്ക് അവരോടൊക്കെ ഒന്ന് പോയി സോറി പറയണ്ടേ എന്ന് അലീന ചോദിക്കുക കേട്ടോ. അപ്പം രോഹിത്ത് ഇങ്ങനെ അലീനയെ നോക്കുന്നു. അപ്പോൾ അലീന ഇങ്ങനെ ആകെ ഒരു ഇതിലിങ്ങനെ നിൽക്കുക. അപ്പോൾ രോഹിത്ത് എന്ത് പറയും എന്ന് അലീനയ്ക്ക് അറിയില്ലല്ലോ. രോഹിത്ത് ഇങ്ങനെ എന്നിട്ട് കുറച്ച് നേരം ആലോചിച്ചു. അപ്പോൾ നീ ജയിലിൽ കിടന്നപ്പോൾ ഈ വീട്ടിലുള്ളവർ അനുഭവിച്ച വേദന എന്തുമാത്രമാണെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിക്കുക. അതുപോലെ തന്നെ ബബിതയും കൃഷ്ണമോളും ഒരുപാട് അനുഭവിച്ചു. രോഹിത്തിൻ്റെ അമ്മയ്ക്കും ഉണ്ടാകും ഒരുപാട് സങ്കടം. ഒറ്റ മകനല്ലേ. അപ്പോൾ എന്നും പറഞ്ഞ് അലീന ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ രോഹിത്ത് അലീനയോട് പറയാമെന്ന് പറഞ്ഞു. ഒരച്ഛനും അമ്മയും ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് അവർക്ക് വലിയ സ്ഥാനമാനങ്ങളോ കീർത്തിയോ പണവോ ഒന്നും കിട്ടുമ്പോഴല്ല, അവരുടെ മക്കൾ വലിയവരാകുമ്പോഴാണെന്ന് അലീന ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക രോഹിത്തിന്. പിന്നെ അങ്ങനെ അഭിമാനിക്കേണ്ട ഒരു അച്ഛനും അമ്മയും മകൻ കാരണം സങ്കടപ്പെടുകയും മാനക്കേടുകൊണ്ട് തല കുനിക്കുകയും ചെയ്യേണ്ടി വരുന്ന ആ ഒരവസ്ഥ ആലോചിച്ച് നോക്കിക്കേ നീയൊന്ന്. അപ്പോൾ നമ്മുടെ രോഹിത്ത് കരഞ്ഞു. രോഹിത്തിന് കരച്ചിൽ വന്നു. ദേ, അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഇത് വീണ്ടെടുത്ത് കൊടുക്കാൻ നിനക്ക് സാധിക്കുമെന്ന് മലീന പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് രോഹിത്തിന് ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു. അപ്പോൾ അതിനുള്ള സമയവും കാലവും നിൻ്റെ മുൻപിലുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അവരുടെ മനസ്സൊന്ന് തണക്കട്ടെ, അതല്ലേ നല്ലത് മോനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ രോഹിത്തിൽ നിന്ന് ഭയങ്കര കരച്ചില്ല. അതിന് നീ അവരുടെ മനസ്സ് തൊട്ടാലേ തൊട്ടൊരു സോറി പറഞ്ഞാൽ മാത്രം മതിയടാ, അത് അവിടെ കൊണ്ട് അവസാനിക്കുമെന്നും പറഞ്ഞു. ഒരു വല്ലായ്മയും ചമ്മലും ഒക്കെ തോന്നിയേക്കും. സാരമില്ലടാ മോനെ, നമ്മൾ ക്ഷമ ചോദിക്കുമ്പോൾ നമ്മുടെ തന്നെ മനസ്സിൻ്റെ ഭാരം അത് കുറഞ്ഞു കിട്ടും. എല്ലാം ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ തുടങ്ങാം, ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ. അപ്പോൾ എനിക്ക് അച്ഛൻ്റെ മുഖത്ത് നോക്കാൻ പോലും. അപ്പോഴത്തേക്ക് നമ്മുടെ അലീനയ്ക്ക് കാര്യം മനസ്സിലായി. അലീനയും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നിന്ന് അനിയനെ ഇങ്ങനെ സമാധാനിപ്പിക്കാം. അച്ഛൻ നിന്നെ ഒന്നും പറയത്തില്ലടാ, സത്യം ഞാൻ പറയണേ. നീ ക്ഷമ ചോദിക്കുമ്പോൾ തന്നെ അച്ഛൻ അലിഞ്ഞു പോകുമെന്ന് അലീന പറഞ്ഞു കൊടുക്കുക രോഹിത്തിനോട്. ആര് നിന്നെ വിഷമിപ്പിക്കുന്ന ഒരു വാക്ക് പോലും പറയത്തില്ല എന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും രോഹിത്തിന് കരച്ചിലടക്കാൻ പറ്റുന്നില്ല. രോഹിത്തിന് ഭയങ്കര കരച്ചിൽ. അപ്പം ഞാനല്ലേ നിന്നോട് പറയുന്നേ, നിനക്കെന്നെ വിശ്വാസമില്ലേ, വാ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ അലീന ഇങ്ങനെ രോഹിത്തിൻ്റെ കയ്യും പിടിച്ച് കൊണ്ടുപോകുക കേട്ടോ. അങ്ങനെ അവിടെ ചെന്നു. അപ്പോൾ കൃഷ്ണയും അതുപോലെ ബബിതയും ഇത് കാണുന്നുണ്ട്. അവരിന്നിങ്ങനെ നോക്കുക. അപ്പോൾ അലീന അച്ഛൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് കയറി ചെല്ലാൻ പറഞ്ഞു മോനോട്. മോൻ അച്ഛൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുക. അപ്പോൾ രോഹിത്തും അലീനയും കയറി ചെല്ലുന്നത് നമ്മുടെ ബാലൻ കണ്ടില്ല. ബാലൻ അവിടെ നിന്ന് എന്തൊക്കെയോ ജോലികൾ ചെയ്യുക. അപ്പോൾ അച്ഛ എന്നും പറഞ്ഞ് അലീന വിളിച്ചു. അപ്പോൾ അദ്ദേഹം നോക്കി. രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നു. കയറി വാ, എന്താണ് എന്ന് അച്ഛൻ ചോദിച്ചു. അപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നിന്ന് പരുങ്ങുക. അച്ഛൻ ലാപ്ടോപ്പ് മാറ്റി വെക്കണമെന്നും ഓരോ പ്രധാനപ്പെട്ട സംഗതി ഉണ്ട് എന്ന് അലീന പറയൂ കേട്ടോ. ആണോ, എന്താ അത് എന്ന് അച്ഛൻ ചോദിച്ചു. ലാപ്ടോപ്പ് അപ്പം തന്നെ ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മുടെ രോഹിത്ത് അകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ അലീന ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അങ്ങനത്തെ കൃഷ്ണയെയും അതുപോലെ ബബിതയെയും വിളിക്കുവാണ്. അലീന ചെന്ന് വാ വാ എന്നും പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. വാ എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചവർ രണ്ടുപേരും കൂടെ ചെല്ലുന്നു. അപ്പോൾ അച്ഛൻ മോനോട് എന്താടാ, എന്താ നിനക്ക് വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ 3 പെങ്ങന്മാരും കൂടി ഇത് കണ്ടുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ രോഹിത്ത് കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക. ഞാൻ അച്ഛനോട് ക്ഷമ ചോദിക്കാൻ വന്നതാണെന്ന് രോഹിത്ത് പറയുമ്പോഴത്തേക്കും ബാലൻ ഒരു ചിരി. അത് കൊള്ളാലോ, എന്താ ഇപ്പം അങ്ങനെ എന്ന് ബാലൻ അന്നേരം ചോദിച്ചു. അച്ഛനെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞ് കരയോ മകൻ. ഷെടാ പോടാ അവിടുന്ന്. എടാ മോനെ, നീ ഇത് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയച്ചാ തെറ്റാ ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം. അപ്പോഴത്തേക്കും ബാലൻ്റെ മുഖമൊക്കെ വല്ലാതായി. അങ്ങനെ അച്ഛൻ്റെ മുന്നിൽ കൈ കൂപ്പി നീക്കുക. സോറി അച്ഛാ, അച്ഛൻ എന്നോട് ക്ഷമിച്ചേക്കണേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രോഹിത്ത് ഇങ്ങനെ നിന്നപ്പം ആ കാലിൽ വീണപ്പോൾ ബാലൻ അലീന പറഞ്ഞതുപോലെ അലിഞ്ഞു പോയി. മകനെ ചേർത്ത് പൊക്കിയെടുക്കുകയാണ് അച്ഛൻ. അങ്ങനെ രോഹിത്തിനെ ചേർത്ത് പിടിക്കുക. എടാ എന്താടാ ഇതൊക്കെ, എന്താ ഇത് എന്ന് അച്ഛൻ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ആ മകനെ എന്നിട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നമ്മുടെ ബാലൻ ഇങ്ങനെ നിൽക്കുവാണ്. എല്ലാം പുറത്തും എല്ലാം ക്ഷമിച്ചു എന്നറിയില്ല. അപ്പോഴത്തേക്കും ബബിതയുടെയും കൃഷ്ണയുടെയും ഒക്കെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ ബബിത നിന്ന് കരയുന്നത് അലീന ഇങ്ങനെ നോക്കുവാണ്. അങ്ങനെ അവരെല്ലാവരും നോക്കി നിൽക്കുക. അച്ഛൻ മകൻ്റെ കവളിൽ ഇങ്ങനെ തട്ടിയിട്ട് അച്ഛന് നിന്നോട് ദേഷ്യമൊന്നും ഇല്ലടാ എന്ന് പറഞ്ഞു. ഏയ് നോക്ക്, ഒന്നുമില്ലടാ, നീ ഇങ്ങനെ കരയല്ലേ, നീ എന്തിനാ ഇങ്ങനെ കരയണേന്ന് ബാലൻ മകനോട് ചോദിക്കുക. അപ്പോൾ അത് കണ്ടപ്പോൾ കൃഷ്ണയ്ക്കും ബബിതയ്ക്കും അലീനയ്ക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ അവർ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് നമ്മുടെ അലീന അങ്ങോട്ടേക്ക് ചെല്ലുക. അപ്പോൾ അതേ നമ്മുടെ രോഹിത്ത്
പെങ്ങന്മാരുടെ അടുത്തേക്ക് ചെന്നു. 3 പേരും കൂടി ഇങ്ങനെ നിൽക്കുകയല്ലേ. കൃഷ്ണയുടെ കയ്യും പിടിച്ചു, ബബിതയുടെ കയ്യും പിടിച്ചു. എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് സങ്കടമായിട്ടുണ്ടെന്ന്, നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഒരു തെറ്റ് എന്നിൽ നിന്ന് സംഭവിച്ചു പോയി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുക. ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും കൃഷ്ണയും ബബിതയും വന്ന രോഹിത്തിൻ്റെ ഇടവും വലവും തോളിലേക്ക് കിടന്നു. ആങ്ങളെ പെങ്ങന്മാരെ 2 പേരെയും ചേർത്ത് പിടിക്കുക. എന്തിനാ രോഹിയേട്ടാ ഇങ്ങനെയൊക്കെ എന്ന് അന്നേരം ഇവർ ചോദിക്കുമ്പോൾ എനിക്കൊരു സമാധാനം വേണ്ടേന്ന് ചോദിക്കും. അപ്പോൾ നിനക്ക് കോളേജിൽ പോലും പോകാൻ പറ്റിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ബബിതയോട് ഇങ്ങനെ പറയാം. ഇതൊക്കെ കണ്ട് ബാലൻ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഒന്നും പറയല രോഹിയേട്ടാ, കരയില രോഹിയേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ബബിത ഇങ്ങനെ പറയാം. ബബിത ഇപ്പം നല്ല കുട്ടിയായല്ലോ. കൃഷ്ണയിൽ നിന്ന് ഭയങ്കര കരച്ചിൽ. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. ഇനി നാളെ അമ്മയുടെ അടുത്ത് പറയാൻ പോകും. അമ്മയുടെ അടുത്ത് പറയാൻ പോകുമ്പോൾ എല്ലാം അവസാനിക്കും. അമ്മ എന്താ പറയാൻ പോകുന്നതെന്ന് നാളെ കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.